അല്ലാഹുവിനെയും റസൂലിനെയും നന്നായി അനുസരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരുമാറാകട്ടെ. ആ അനുസരണത്തിന്റെ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നിസ്കാരം ഉമ്മമാരെ ഒരിക്കലും കൈയൊഴിക്കരുത്. നിസ്കാരം വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിൽ അല്ലാഹു കൽപ്പിച്ചൊരു ഇബാദത്താണ്. മറ്റു പല ഇബാദത്തുകളെയും ചേർത്തി നോക്കുമ്പോ നിസ്കാരത്തിന്റെ അത്രയും കട്ടിയും കനവുമുള്ള ഒരു കാര്യം നമ്മോട് കൽപ്പിക്കപ്പെട്ടതായി കാണാൻ കഴിയില്ല. നിസ്കാരം ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതേ ഭാഗങ്ങളിൽ നിസ്കാരം മുറുകെ പിടിച്ച് ജീവിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മളെ കാര്യം സാധിച്ചെടുക്കുന്ന വിഷയം നമുക്ക് ഉണ്ടായിക്കൂടാ. അത് ജോലിക്ക് വേണ്ടിയാണെങ്കിലും ശരി, കല്യാണത്തിന് വേണ്ടിയാണെങ്കിലും ശരി, യാത്രയിലാണെങ്കിലും ശരി, മരണവേളയിൽ മറ്റൊരാൾക്ക് ശുശ്രൂഷ ചെയ്യുന്നിടത്താണെങ്കിലും, രോഗിയെ പ്രത്യേകമായി പരിചരിക്കുന്ന സമയത്താണെങ്കിലും നന്നായി നിസ്കാരം നിർവഹിക്കണം. എല്ലാ ഘട്ടങ്ങളിലും നിസ്കാരം നിർവഹിക്കണം. വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് വരെ ഇബാദത്ത് നിലനിർത്തിക്കോളണം. ഒരു ഇബാദത്തിലും വിട്ടുവീഴ്ച വരുത്തിക്കൂടാ. ചില ആളുകൾ പറയുന്നു, ഞങ്ങൾക്കൊക്കെ യഖീന് കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, യഖീന് വരുന്നവരെ നിങ്ങൾ ഇബാദത്ത് എടുക്കണം. ഞങ്ങൾക്കൊക്കെ യഖീന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇബാദത്തും ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അവർക്ക് നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അവരെ ഷറിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് അവർ പറയാ, യഖീന് വരുന്നത് വരെ ഇബാദത്ത് എടുക്കാനല്ലേ അല്ലാഹു പറഞ്ഞ്. നമുക്ക് യഖീന് വന്നിട്ടുണ്ട്. എന്താണ് യഖീൻ എന്ന് മഹാന്മാര് വിശദീകരിച്ചു. അൽ മൗത്ത്. ആർക്കും സംശയമില്ലാത്തൊരു കാര്യം, അത് മരണല്ലേ. മരണം വരുന്നത് വരെ ഇബാദത്ത് നിത്യമാക്കണം. ഇബാദത്തിന് ഒഴിവുണ്ടാകരുത്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അനുസരിച്ച മഹാൻ ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഏറ്റവും വലിയ ദറജയല്ലേ അല്ലാഹു തആല കൊടുത്തത്. അത്രയും വലിയ ദറജയിലെത്തിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഇനി ഇബാദത്തൊന്നും എടുക്കാതെ തങ്ങളൊന്ന് വിശ്രമിച്ചോളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഏതെങ്കിലും ഒരു സമയം അല്ലാഹു തആല അങ്ങനെ കൊടുത്തോ? ഇനിയിപ്പോ തങ്ങൾ ഇബാദത്തൊന്നും എടുത്ത് വിഷമിക്കണ്ട, അത്രമാത്രം ഇബാദത്ത് തങ്ങൾ എടുത്തില്ലേ, ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. എത്ര വലിയ ദറജയാണ് തങ്ങൾ ഏൽപ്പിച്ചത്. തങ്ങളത്ര ദറജയിലെത്തിയ ആരാണ് ലോകത്തുള്ളത്? ഉമ്മമാരെ, സഹോദരന്മാരെ. പിഴച്ച വിശ്വാസവും കാര്യവും നേടി നടക്കുന്ന ചില ആളുകൾ സാധാരണ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി പറയുന്നൊരു വർത്തമാനമാണ്. ആത്മീയ രംഗത്ത് നിയലിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു യഖീനുണ്ട്. ആ യഖീന് നമ്മക്ക് കിട്ടിയിട്ടുണ്ട്. സാധുക്കളായ ആളുകൾ ഇത് കേട്ടിട്ട് വഞ്ചിതരായി പോവുകയാണ്. അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചു. അൽ യഖീനു അൽ മൗത്ത്. യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമാണ്. മരണം വരുന്നത് വരെ ഇബാദത്ത് നിത്യമാക്കണേ. മരണത്തിന്റെ തൊട്ട് മുമ്പും ഇബാദത്തിന്റെ വിഷയല്ലേ മഹാന്മാരുടെ ചർച്ച. സുബ്ഹ് നിസ്കാരത്തിൽ കുത്തേറ്റുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞ ഉടനെ ആദ്യം ചോദിക്കുന്ന ചോദ്യം, സഹാബാ, നിങ്ങളെ സുബ്ഹിന്റെ ജമാഅത്ത് എന്ത് ചെയ്തു? രണ്ടാമത്തെ റക്അത്തിലല്ലേ എനിക്ക് കുത്തേറ്റത്? എനിക്ക് കുത്തേറ്റ കാരണം നിങ്ങളെ ജമാഅത്ത് നഷ്ടമായി പോയോ? അവര് പറയുന്നു, ഇല്ല. പിറകിൽ നിന്നിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി മുന്നോട്ട് നിർത്തിയിട്ട് നിസ്കാരം ഞങ്ങൾ ജമാഅത്തായി നിർവഹിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളത് കേട്ടപ്പോ അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്. മരണം മുന്നിൽ കണ്ടിരിക്കുന്ന നേരത്തും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നതിൽ, അതിലാണ് അവരെ താല്പര്യം. വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്നു. ഒരു യുവാവ് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ചാളല്ലേ. തങ്ങൾ വഫാത്താകുമ്പോ വഹുവ റാളിൻ അൻക, നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടല്ലേ തങ്ങൾ വഫാത്തായി പോയത്.
ശേഷം സിദ്ദീഖ് തങ്ങളെ കൂടെ നിങ്ങൾ ജീവിച്ചില്ലേ, അവരും നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടല്ലേ വഫാത്തായി പോയത്, നിങ്ങൾ എന്തിനു പേടിക്കണം? ഇങ്ങനെ ഒരുപാട് മധുഹുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ പടിയിറങ്ങുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഗുലാം ഇർഫഅ തൗബക്, മോനെ തുണി കയറ്റി ഉടുക്കണം. നോക്ക് നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ നേരത്തുമുള്ള ശ്രദ്ധ. സ്വഹാബത്ത് തലയിൽ കൈവച്ചുപോയി. മരണം മുഖാമുഖം കാണുന്ന നേരത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് ഇത്രമാത്രം മുറുകെ പിടിക്കുന്ന ഈമാൻ എത്ര വലിയ ഈമാനാൻ! അച്ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഗുലാം ഇർഫഅ തൗബക ഫഇന്നഹു അത്ഖാ ലിറബ്ബിക വഅൻഖാ ലിതൗബിക. മോനെ തുണി കയറ്റി ഉടുക്കണം. എന്നെ മത് പറഞ്ഞത് കൊണ്ടൊന്നും രക്ഷപ്പെടൂല. അനുസരിക്കേണ്ട അനുസരണം നിന്നിൽ എപ്പോഴും വേണം. മരണത്തോട് മുഖാമുഖം കാണുന്ന നേരത്തും ഒരു സുന്നത്ത് തിരുത്തപ്പെടാൻ അനുവദിക്കാതെ തന്നെ മത് ചെയ്ത ആളല്ലേ, അയാളോടിപ്പ പറയണ്ടെന്നൊന്നും വിചാരിക്കാതെ ആരിൽ നിന്ന് എന്ത് ഏത് സമയത്ത് കണ്ടാലും അതൊരു സുന്നത്തിനെതിരാണെങ്കിലും അത് ഉണർത്തിക്കൊടുക്കണമെന്ന ഈമാനോടെ ചെറുപ്പക്കാരനോട് പറയുന്നു, നിന്റെ റബ്ബിന് നീ ചെയ്യുന്ന വലിയ തഖ്വയാണത്, നിന്റെ വസ്ത്രത്തിനുള്ള വലിയ വൃത്തിയാണത്. ഞെരിയാണിക്ക് താഴെപ്പോയ തുണിയുണ്ടല്ലോ, ഒന്ന് ഉയർത്തൂ മോനെ. മുന്നിൽ വന്ന് നിൽക്കുന്നത് പണക്കാരനാണെങ്കിലും സ്വന്തം മോനാണെങ്കിലും സ്വന്തം സ്നേഹിതനാണെങ്കിലും സ്വന്തം സുഹൃത്താണെങ്കിലും അവന്റെ തുണി നെരിയാണിക്ക് താഴെയാണോ ഉണർത്തിക്കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണം. പടച്ച റബ്ബിനെ അനുസരിക്കുന്നതിൽ കഴിവിന്റെ പരമാവധി ശ്രദ്ധ നമുക്കുണ്ടാകണം. ആ അനുസരണം വലിയ വിജയത്തിന്റെ മാർഗമാണ്. എത്ര തെറ്റുകുറ്റങ്ങൾ വന്നാലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോകാതെ കഴിവിന്റെ പരമാവധി മുന്നോട്ട് നീങ്ങണം. അനുസരണം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നാളെ റബ്ബിന്റെ ഹദ്റത്തിലെത്തുമ്പോ പടച്ച റബ്ബിനെ കഴിവിന്റെ പരമാവധി അനുസരിച്ച ആളാണോ എന്നാലൊരു പ്രതീക്ഷ വല്ലാതെയുണ്ട്. കണ്ടില്ലേ സഹോദരങ്ങളെ, നാളെ ആഖിറത്തിൽ വിളിക്കുമ്പോ ഓരോരുത്തരെയും വിളിക്കുമ്പോ പടച്ച റബ്ബിനോട് സംവദിക്കാൻ കഴിയുന്ന ആളുകൾ ആരാണ്? ദുനിയാവിൽ അള്ളാഹുവിനെ വിശ്വസിച്ച് അള്ളാഹുവിനെ അനുസരിച്ച ആളുകൾക്കല്ലേ കഴിയൂ. പല ആളുകൾക്കും തായ്ഭാഗത്തുനിന്ന് മുകളിലേക്ക് തല ഉയർത്താൻ കഴിയില്ലല്ലോ. സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ തല കുനിക്കുന്നവരുടെ എല്ലാവരുടെയും തല തായോട്ട് പോകുന്നില്ലല്ലോ. എന്തേ കാരണം? ഇവിടെ സുജൂദ് ചെയ്യാനും ഇവിടെ ഇബാദത്ത് ചെയ്യാനും അവർക്ക് വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ യൗമ യുദ്ഊന ഇല സുജൂദി, സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ദിവസം സുജൂദ് ചെയ്യാൻ കഴിയാതെ തല തായോട്ട് താഴ്ത്താൻ കഴിയാതെ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഒന്ന് അർപ്പിക്കാൻ കഴിയാതെ വിഷമത്തോടെ നിന്നുപോയി. അതേ സമയത്ത് ഇവിടെ അനുസരിച്ച ആളുകളില്ലേ, സുജൂദ് ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ സുജൂദ് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളില്ലേ, അവര് സുജൂദ് ചെയ്യുന്നു, സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു, അള്ളാഹുവിനോട് സംസാരിക്കുന്നു, പടച്ച റബ്ബിനെ കാണുന്നു. പടച്ച റബ്ബിനെ അനുസരിക്കാത്ത ആളുകള് അവിടെ കുടുങ്ങിപ്പോകുന്നു. വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ചവരും കർമ്മരംഗത്ത് വൈകല്യം ബാധിച്ച